ഇവിടെ ടാറിങ് നടക്കുകയാണ്. അപ്പൊ ടാറ് കൈ കൊണ്ട് മറ്റേ നമ്മള് പ്ലാസ്റ്റർ ചെയ്യുന്ന കണക്ക് ചെയ്തിട്ട് അത് മെറ്റിൽ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കണക്കാണ് ഇവിടെ മൊത്തം എല്ലാത്തിനും മെറ്റിൽ അടുക്കി വെച്ചിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് അറിയാൻ പോയ പുതിയ സെറ്റപ്പാണ്. ആദ്യമായിട്ടാണ് കാണുന്ന റോഡ് ടാർ ചെയ്തിട്ട് അത് മെറ്റിൽ എടുക്കുന്നത്. ചിലപ്പോ കൂടുതൽ ഗ്രിപ്പ് കിട്ടാനായിരിക്കും. അഥവാ ഇതിലാച്ച ഒരു ബൈക്കുകാരൻ വന്ന് വീഴുകയാണെങ്കിൽ ഉള്ള അവസ്ഥ കുറിച്ച് കൂടുതൽ എനിക്കറിയത്തില്ല. എന്തായാലും കൊള്ളാം. ഇന്നത്തെ യാത്ര നമ്മൾ ആസാമിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ നേരെ വെസ്റ്റ് ബംഗാളിൽ കയറി. അതിനുശേഷം നമ്മളിപ്പോ രാത്രി ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളിതാ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളിതാ ബീഹാറിലോട്ട് കയറുകയാണ്. ബീഹാറിൽ ഒരു 6 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത ശേഷം നമ്മൾ വീണ്ടും വെസ്റ്റ് ബംഗാളിലോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ ചെറിയൊരു ബീഹാർ ഏരിയയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൃഷ്ണഗഞ്ച് എന്നാറ്റാണ് സ്ഥലത്തിന്റെ പേര് അല്ലേ. വെറും 6 കിലോമീറ്റർ മാത്രമേ നമ്മൾ ബീഹാറിലൂടെ കയറി പോകുന്നുള്ളൂ. കൃഷ്ണഗഞ്ച് റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. വലിയ തിരക്കൊന്നും കാണുന്നില്ലല്ലേ. റെയിൽവേ സ്റ്റേഷന്റെ പവറൊന്നുമില്ല. ആ പക്ഷെ വെട്ടയില്ല അല്ലേ. ഒരു ഭയങ്കര ഇരുട്ട്. ഒരു സിറ്റി ആയിട്ട് അതിന്റെ ഒരു വെളിച്ചൊന്നും കാണാനില്ല. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു പോസ്റ്റ് പോലും എങ്ങും കാണാനില്ല. എല്ലാ ഹെഡ്ലൈറ്റിന് വെട്ടത്തിൽ ഓടുക ഈ സിറ്റി. ഇപ്പോ സമയം ഏകദേശം 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തി. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും എണ്ണ അടിക്കാനായിട്ട് നിർത്തിയ പെട്രോൾ പമ്പിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തിയത്.